1 2 യെസ്, നിങ്ങൾ 1 lakhിന്റെ താഴെ, അതായത് ഒരു 70-80,000 റേഞ്ചിൽ നല്ല പ്രോസസർ ഉള്ള ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. യെസ്, ലെനോവോ LOQ. ഇതിനെന്താ വിളിക്കുക, ലോക്ക് എന്നാണോ LOQ എന്നാണോ? ഈ വീഡിയോ ലെനോവോ ആൻഡ് ഇന്റലിന്റെ കൊളാബറേഷനിലാണ്. ആൻഡ് ഈ ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, കാരണം ഇത്ര നല്ല സ്പെസിഫിക്കേഷനുള്ള ലാപ്ടോപ്പ് ഇത്ര വിലക്കുറവിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് വെർത്താണോ എന്ന് നമ്മൾ അറിയണ്ടേ. ഞാൻ നോക്ക്, ഇന്റലിന്റെ കോർ i7 14700HX പ്രോസസർ, അതിന്റെ കൂടെ 8GB NVIDIA GeForce RTX 4060 ഗ്രാഫിക്സ് കാർഡ്. ഈ ബഡ്ജറ്റിൽ കിട്ടാൻ പറ്റിയൊരു മരണം മാസകവും, കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലെനോവോയുടെ LA1 എന്ന് പറഞ്ഞ ഒരു AI ചിപ്സെറ്റ്. വെൽ, ഒരു കൈ കൊണ്ടെടുത്താൽ ഒരു ബൈസപ്പ് വർക്കൗട്ട് ആയി. ഏകദേശം 2.36 kg ആണ് ഇതുള്ളത്. ഇത്രയും സ്പെസിഫിക്കേഷൻ തരുമ്പോൾ ഈ വെയിറ്റ് ഒക്കെ സ്വാഭാവികം. കൂടെ ഒരു 230 വാട്ടിന് ഒരു M1 ചാർജർ. ലാപ്ടോപ്പിന്റെ വെയിറ്റ് താഴ്ഭാഗത്താണ്, ഒറ്റ കൈ കൊണ്ട് ഉറക്കാം. ചെറിയൊരു സ്ക്രീൻ വോബ്ലിംഗ് ഉണ്ട്. ആൻഡ് ആ ലാപ്ടോപ്പ് ഇത്രയും ടിൽറ്റ് ചെയ്യാം. RGB കീബോർഡ് ആണ്, കസ്റ്റമൈസ് ചെയ്യാം. ഫുൾ സൈസ് കീബോർഡ്, നമ്പർ പാഡും ഉണ്ട്. താഴെയുള്ള ട്രാക്ക് പാഡ് ലേശം ഓഫ് സെന്റേഡ് ആണ്. LOQന്റെ ആ ഒരു ഓന്റെ ചിഹ്നത്തിലാണ് പവർ ബട്ടൺ വന്നിരിക്കുന്നത്. ഡിവൈസിന്റെ ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. റൈറ്റ് സൈഡിൽ USB-C പോർട്ട് 3.2 Gen 2 140 വാട്ടിന്റെ PD ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേ പോർട്ട് 1.4 ആണ്. 240 ഹെർട്സിന്റെ മോണിറ്ററിൽ വരെ കണക്ട് ചെയ്യാം. തൊട്ടടുത്ത് ക്യാമറ ഷട്ടർ അഥവാ പ്രൈവസി ഷട്ടറിന്റെ ടോഗിൾ, 3.5 mm ജാക്ക്, USB Type A പോർട്ട്, USB 3.2 Gen 1 ആണ്. സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ ഇവിടെയോ എയർ വെന്റ് കാണാറാണ് പതിവ്. എന്നാൽ ഈ ലാപ്ടോപ്പിൽ അതില്ല. ബാക്കി പോർട്ടുകളൊക്കെ ബാക്ക് സൈഡിലാണ്. 2 USB പോർട്ട്, ഒരു HDMI പോർട്ട്, ഒരു എതർനെറ്റ് പോർട്ട്, അതേപോലെ പവർ സോക്കറ്റ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയുമാണ് ഇതിന്റെ എയർ വെന്റ് വന്നിരിക്കുന്നത്. ഹൈപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. അതായത് ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹണി കോം ഡിസൈൻ കാണാം. ഇവിടെ ചെറുതായിട്ട് റേസ് ചെയ്തൊരു പോർഷനും കാണാം. നമ്മൾ ലാപ്ടോപ്പ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് ഫ്ലാറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. താഴെ കൂടി എയർ സക്ക് ചെയ്ത് അത് ബാക്കി കൂടി വിടുന്ന ഒരു പരിപാടിയാണ്. മൗസ് കുത്തി ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ചൂട് കാറ്റടിക്കില്ല. ആൻഡ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള കൂളിംഗ് ആണ്. ആൻഡ് ഈ സെറ്റപ്പ് കാരണം എക്സ്ട്രീം മോഡൽ 10 വാട്ടിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത് നോർമൽ ഫാൻ സൗണ്ട്, ഇത് ഗെയിം കളിക്കുമ്പോൾ ഫാൻ സൗണ്ട്. കാറ്റ് പോകുന്നത് ബാക്കിലേക്ക് ആയതുകൊണ്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഫാനിന്റെ സൗണ്ട് കാര്യമായിട്ട് തോന്നില്ല. 15.6 ഇഞ്ചിന്റെ ഫുൾ HD ആയിട്ടുള്ള 144 ഹെർട്സിന്റെ IPS പാനൽ, ആന്റി ഗ്ലെയർ കോട്ടിംഗും ഉണ്ട്. 100% sRGB ആണ്. G-Syncന്റെ സപ്പോർട്ട് ഉണ്ട്. 300 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് പോകും. എക്സ്റ്റേണൽ ഡിസ്പ്ലേ കൊടുത്തിയാൽ 165 FPS-ലൊക്കെ നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാം. ലാപ്ടോപ്പിന്റെ മുകളിൽ ഈ ഒരു ഫ്ലെക്സും കീബോർഡിന്റെ മുകളിൽ ഈ ഒരു ഫ്ലെക്സുമാണ് ഉള്ളത്. എന്നാലും പേടിക്കണ്ട, 11 മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് സുഖമായിട്ട് ഡ്യൂറബിലിറ്റി നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം. 16GB LPDDR5X RAM, ഒരു 16GB കൂടി ഇടാം, 32GB ആക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 32GB ഇടുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഇന്റൽ കോർ പ്രോസസർ ആണ് ഇതിനകത്ത്. i7 14700HX സീരീസിലെ പ്രോസസർ, അതായത് 20 കോറും 28 ത്രെഡും ആണുള്ളത്. ഈ 20 കോറിൽ 8 കോർ പെർഫോമൻസിന് വേണ്ടി മാത്രം. അതായത് നിങ്ങൾക്ക് ഹെവി ഡ്യൂട്ടി ടാസ്ക്, എഡിറ്റിംഗ് ചെയ്യണം, കോഡിംഗ് ചെയ്യണം, ഗെയിമിംഗ് ചെയ്യണം, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യണം, മെഷീൻ ലേണിംഗ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ബാക്കി 12 എഫിഷ്യൻസി കോഴ്സ് ആണ്. നോർമൽ ടാസ്കുകൾ ചെയ്യാൻ എക്സൽ ടൈപ്പ് ചെയ്യുക, വേർഡ് ടൈപ്പ് ചെയ്യുക, ബ്രൗസ് ചെയ്യുക, സൂം കോൾ ചെയ്യുക എന്നിങ്ങനെയൊക്കെ. സോ എഫിഷ്യൻസി കോറുകൾ കൂടുതലായതുകൊണ്ട് നോർമൽ ടാസ്കുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ അധികം ബാറ്ററി ഡ്രെയിൻ ആവില്ല. ഇന്റലിന്റെ ആദ്യത്തെ Wi-Fi 7 സപ്പോർട്ടും ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ടും ഉണ്ട്. ആൻഡ് നമ്മുടെ Wi-Fi 6E എഫിഷ്യന്റ് ആയിട്ടുള്ള Wi-Fi 6E ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ഉണ്ട്. കൂടാതെ തണ്ടർബോൾട്ട് പോർട്ടുകളുടെ സപ്പോർട്ട് ഉണ്ട്. സോ സുഖമായിട്ട് 240 ഹെർട്സ് വരെയുള്ള മോണിറ്റേഴ്സ് കണക്ട് ചെയ്യാം, എക്സ്റ്റേണൽ ഡ്രൈവ് കണക്ട് ചെയ്യാം, ഈവൻ അതിന്റെ പവറും ചെയ്യാം ഒരൊറ്റ കേബിൾ. അതുപോലെ DDR4 DDR5 പ്ലാറ്റ്ഫോംസിന്റെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ലോഡിംഗ് ടൈം കുറവായിരിക്കും. ആൻഡ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും. ഇതിനൊപ്പം തന്നെ സീംലെസ്ലി CPU GPU ഇടയ്ക്കുള്ള പവർ അലോക്കേറ്റ് ചെയ്യും. യെസ്, ഡൈനാമിക് പവർ ഷെയറിംഗ് ടെക്നോളജി ഉണ്ട്. സോ ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് GPU ബൂസ്റ്റ് ചെയ്യും, എന്നാൽ ഇന്റൻസീവ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്ന സമയത്ത് CPU ബൂസ്റ്റ് ചെയ്യും. പക്ഷേ മോനെ, ഈ ലാപ്ടോപ്പിന് ഒരു സംഭവം ആകുന്ന ഇതിനകത്തുള്ള ഗ്രാഫിക്സ് NVIDIA GeForce RTX 4060 8GB ഗ്രാഫിക്സ്. ഇതിന്റെ ടോട്ടൽ ഗ്രാഫിക്സ് പവർ അഥവാ TGP 150 വാട്ടാണ്. അതിന്റെ അർത്ഥം ഈ സാധനത്തിനകത്ത് ഏത് ഗെയിം ഇട്ട് കഴിഞ്ഞാലും ഇതെടുക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ 4K എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടോ? മൾട്ടിപ്പിൾ ലെയർ 4K എഡിറ്റ് ചെയ്യണം, സുഖമായിട്ട് ചെയ്യും. ചേട്ടാ, ഫോട്ടോഷോപ്പ് ചെയ്യാൻ എനിക്കൊരു നല്ല ലാപ്ടോപ്പ്, 3D റെൻഡറിംഗ് ചെയ്യാൻ ഒരു ലാപ്ടോപ്പ്, എനിക്ക് ഓട്ടോ ക്യാഡ് പഠിക്കാൻ ഒരു ലാപ്ടോപ്പ് എടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുഷ്പം പോലെ ചെയ്യും. പക്ഷേ
ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങിച്ച് ഈ വക പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് അറിയാം. ഇങ്ങനത്തെ ഹെവി ഡ്യൂട്ടി ടാസ്കുകൾ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് പ്ലഗിൽ കുത്തിയിടാതെ ഉപയോഗിക്കുക എന്നുള്ളത്. പല ആൾക്കാരെയും പേടിയാണ് ഒരു ലാപ്ടോപ്പ് മേടിച്ചത് കുത്തിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈന്റ് വരില്ലേ. ഒരു ലാപ്ടോപ്പും ഗെയിമിംഗ് ലാപ്ടോപ്പും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ലാപ്ടോപ്പിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബാറ്ററിക്ക് കൊടുക്കാൻ പറ്റുന്ന പവർ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ പവർ ഒന്നും പോരാ ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് ഫുൾ പൊട്ടൻഷ്യലിൽ, ഫാനൊക്കെ ഫുൾ പൊട്ടൻഷ്യലിൽ കറക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത് കുത്തിയിടണം. ഏത് ഞാൻ പറഞ്ഞ ആ പി ഡി ചാർജിംഗിൽ 140 വാട്ടിന്റെ അതിലൊന്നും കുത്തിയിട്ടാൽ പോരാ, ഈ എമണ്ടൻ 230 വാട്ടിന്റെ ചാർജർ തന്നെ കുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന AAA ഗെയിംസും ഗ്രാഫിക്സും വീഡിയോ എഡിറ്റിംഗും ഫോട്ടോഷോപ്പും കാര്യങ്ങളെല്ലാം പുഷ്പം പോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ കുത്തിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അല്ല. നിങ്ങൾ നോർമൽ ടാസ്കുകൾ ചെയ്യുമ്പോൾ, എക്സൽ നോക്കുമ്പോൾ, വേർഡ് നോക്കുമ്പോൾ, യൂട്യൂബ് കാണുമ്പോൾ, പവർ പോയിന്റ് ഉണ്ടാക്കുമ്പോൾ, സൂം കാൾ ചെയ്യുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ബാറ്ററി തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, 60 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 2-2.5 മണിക്കൂറിന് ഒരു ബാക്കപ്പ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ വീട്ടിൽ കറണ്ട് ഇല്ലേ മാത്രമേ കുത്തിയിടാതെ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് എല്ലാം ഇൻസ്റ്റാൾ ആക്കി പറ കളിച്ചു നോക്കി. എപ്പിക്കും സ്ട്രീമും എല്ലാം ഇൻസ്റ്റാൾ ആക്കി ഇതിനകത്ത് ഈ ഫുട്ബോൾ കളിച്ചു. എൻ്റെ അമ്മ ജോയ്സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഈ ഫുട്ബോൾ കൺട്രോൾസ് മര്യാദയ്ക്ക് എനിക്ക് അറിഞ്ഞോളൂ. പക്ഷേ ഉണ്ടല്ലോ ഇതിന്റെ ഗ്രാഫിക്സ് കാണണം. മാക്സിമം കളിക്കാൻ പറ്റുന്ന മാക്സിമം സെറ്റിംഗിൽ വെച്ചിട്ടാണ് ഞാൻ മിക്ക ഗെയിംസും കളിച്ചത്. അതിപ്പോൾ ഈ ഫുട്ബോൾ മാത്രമല്ല, CS2 ആയിക്കോട്ടെ, കോൾ ഓഫ് ഡ്യൂട്ടി ആയിക്കോട്ടെ, കൗണ്ടർ സ്ട്രൈക്ക് ആയിക്കോട്ടെ, ഗെയിംസ് എല്ലാം തന്നെ ഇതിന് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്ന മാക്സിമം സെറ്റിംഗിലിട്ടാണ് കളിക്കുന്നത്. സോ ജനറലി 1080p. പക്ഷേ ഒരു പ്ലേ സ്റ്റേഷനിലൊക്കെ കളിക്കുന്നത് പോലെ വളരെ നല്ല ഗ്രാഫിക്സ്, റിഫ്ലക്ഷൻസ്, റേ ട്രേസിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഈ ഇതിൽ കാണുന്ന സകലമാന ഓപ്ഷൻസ് നിങ്ങൾ ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗിൽ ഇട്ടിട്ട് ഇതിനകത്ത് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പറ്റും. 120-130 FPS എന്നുള്ളത് ചിലപ്പോൾ 60-65 FPS ആയിട്ട് കുറയുകയും ചെയ്യാം. എന്നാൽ അങ്ങനെ ഞാൻ ലാപ്ടോപ്പിൽ ചെയ്യുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ലാപ്ടോപ്പ് ഹാസ് എ പർപ്പസ്, പോർട്ടബിലിറ്റി ആണ്, എന്നാൽ പെർഫോമൻസും തരണം എന്നും പറഞ്ഞാൽ എൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രീതിക്കൊക്കെ പെർഫോമൻസ് ഇതിൽ നൂറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ കിട്ടുമെങ്കിലും എത്ര കാലം കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ആൾക്കാർ ഡെസ്ക്ടോപ്പ് തന്നെ മേടിക്കണം. ആൻഡ് അത് ഈ പറഞ്ഞ 70-80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മേടിക്കേണ്ട പറഞ്ഞ പോലെ 4K ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. 1 TB NVMe SSD ആണ് ഇതിനകത്തുള്ളത്. റിയൽടെക്കിന്റെ ഒരു ഓഡിയോ ചിപ്സെറ്റ് ആണ് ഇത്. ഇവിടെയും ആയിട്ടാണ് സ്പീക്കേഴ്സ് വരുന്നത്. സ്പീക്കേഴ്സിന് കുറച്ചുകൂടി ഓഡിയോ 3D സറൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കാനും ഗെയിമിൽ ഇപ്പോൾ വെടിവെക്കുന്ന സമയത്ത് ഏത് സൈഡിൽ നിന്നാണ് വെടി വരുന്നതൊക്കെ കാണിക്കുന്നൊക്കെ ആയിട്ട് നഹീമിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത്യാവശ്യം ട്യൂൺ ചെയ്യാമെങ്കിലും ലാപ്ടോപ്പ് ആണ്, വിൻഡോസ് ലാപ്ടോപ്പുകളുള്ള നോർമൽ സ്പീക്കർ പെർഫോമൻസ് തന്നെയാണ് ഇതിൽ നിന്നും വരുന്നത്. ബട്ട് 3.5mm ജാക്ക് ഉണ്ട്. ഹെഡ്സെറ്റോ സ്പീക്കറോ എന്താ വെച്ചാൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി ചടപടാന്ന് ഇറങ്ങി പോവുമെങ്കിലും ചടപടാന്ന് തന്നെ കയറും. അതായത് 10 മിനിറ്റ് കുത്തിയിട്ടാൽ 40% കയറും. സൂപ്പർ റാപ്പിഡ് ചാർജ് പ്രോ എന്നാണ് പറയുന്നത്. അരമണിക്കൂറിൽ 80% ചാർജ്. 100% ആക്കുന്നവരാണെങ്കിൽ, വിച്ച് ഐ ഡോണ്ട് റെക്കമെൻഡ്, ബട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1 hour ചെയ്യാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ലെനോവോയുടെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള AI എഞ്ചിൻ. ഇതിനകത്ത് ലെനോവോ വാൻറ്റേജ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് CPU എത്രത്തോളമാണ്, GPU എത്രത്തോളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നെല്ലാം കാണാം. ഇന്റൽ കോർ i7-14700HX 5.5 GHz ഒരു ഫ്രീക്വൻസിയാണ് മാക്സിമം. ഇവിടെ തന്നെ നിങ്ങൾക്ക് തെർമൽ മോഡ് മാറ്റാം. പെർഫോമൻസ് കൂടുതൽ വേണമെങ്കിൽ പെർഫോമൻസ് മോഡിൽ ഇടാം. ബാലൻസ് മോഡ്, ശബ്ദം അധികം വേണ്ടെങ്കിൽ ക്വയറ്റ് മോഡ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ബാലൻസ് മോഡിൽ ഇട്ടിട്ട് എനേബിൾ ലീജിയൻ AI എഞ്ചിൻ പ്ലസ് എന്ന് പറഞ്ഞ സാധനം ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ CPUയുടെയും GPUയുടെയും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് എന്ന് ഡിറ്റക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ലെനോവോയുടെ AI അൽഗോരിതം ഉപയോഗിച്ച് സ്റ്റഡി ചെയ്ത് ഇവൻ ഇങ്ങനെയാണ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്, ഇവൻ ഇത്തരത്തിലാണ് ഗെയിം കളിക്കുന്നത്, ഇന്ന സമയങ്ങളിലാണ് ഗെയിം കളിക്കുന്നത്, അവൻ മൗസ് ഇങ്ങടേക്ക് നീക്കി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗെയിം ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിനനുസരിച്ച് CPUയുടെയും GPUയുടെയും ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് AI ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ AIൻ്റെ ഉപയോഗം. കൂടാതെ നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനകത്ത് ഓവർക്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ചില ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെറ്റ്വർക്ക് വേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നെറ്റ്വർക്ക് ബൂസ്റ്റ് ഓൺ ചെയ്യുക, 5 ആപ്ലിക്കേഷൻ വരെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കുന്ന സമയത്ത് കൂടുതൽ ഇന്റർനെറ്റ് നിങ്ങളുടെ ഡിവൈസ് വലിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ലാപ്ടോപ്പിനകത്ത് 2 GPU ഉണ്ടാവും. ഒരെണ്ണം പ്രോസസറിന്റെ കൂടെ വരുന്ന ഇന്റഗ്രേറ്റഡ് GPU, രണ്ടാമത്തെ ഡെഡിക്കേറ്റഡ് GPU. നോർമലി ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത ലാപ്ടോപ്പുകളിൽ അധികം ഗെയിം ഒന്നും കളിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്റഗ്രേറ്റഡ് GPU എന്ന് പറയുന്നത് ചെറുകിട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. വലിയ ഗ്രാഫിക്സ്, എഡിറ്റിംഗ്, ഗെയിമിങ്ങിനൊന്നും പറ്റില്ല. ഈ ലാപ്ടോപ്പിനകത്ത് രണ്ടും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിന് ഏതാണ് ഏത് സമയത്ത് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് GPU വർക്കിംഗ് മോഡിൽ ഉണ്ടാവും. ഇപ്പൊ ഹൈബ്രിഡ് മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇന്റഗ്രേറ്റഡും ഡെഡിക്കേറ്റഡും യൂസ് ചെയ്യും. ഇന്റഗ്രേറ്റഡ് മതി എന്നുള്ള ആപ്ലിക്കേഷൻസിൽ ഇന്റഗ്രേറ്റഡും, എന്നാൽ ഗെയിമിംഗ് പോലെ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് വേണം എന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സിലേക്ക്
ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ഇന്റലിജന്റ്ലി സ്വിച്ച് ആവും. എന്നാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒപ്റ്റിമൽ ആയിരിക്കുമെങ്കിലും ബാറ്ററി ലൈഫ് അത്ര ഉണ്ടാവില്ല. സോ ബാറ്ററി ലൈഫ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈബ്രിഡ് IGPU മോഡലിടാം. IGPU മോഡലിട്ടാൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പിൽ നിന്ന് മാറി ഒരു ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് ലാപ്ടോപ്പ് ആയിട്ട് മാറും. ബട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സ് കാർഡൊക്കെ പ്രോപ്പർലി നല്ല പെർഫോമൻസ് തരണമെങ്കിൽ പ്ലഗ് ചെയ്തിടുമ്പോൾ മാത്രമേ കാര്യമുള്ളൂ. പ്ലഗ് ചെയ്തിടാതെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അത്ര പെർഫോമൻസ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹൈബ്രിഡ് ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ പവർ പ്ലഗിൽ കുത്തുന്ന സമയത്ത് മാത്രം ഡെഡിക്കേറ്റഡും അല്ലാത്ത സമയത്ത് ഇന്റഗ്രേറ്റഡ് യൂസ് ചെയ്യും. ഇനി DGPU മോഡൽ ഇട്ട് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ഊപ്പാട് പോകും. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഹൈബ്രിഡ് മോഡ് ഇടാം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓട്ടോ മോഡ് ഇടാം. അതിന് താഴെയായിട്ട് സിസ്റ്റം അപ്ഡേറ്റ്, മാക്രോ കീ, പവർ എന്നിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 144 ഹെർട്സ് വേണ്ട അഡാപ്റ്റീവ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് വേണമെങ്കിൽ അത് ഓൺ ആക്കി ഇടാം. ഇത് ലെനോവോ സ്പെക്ട്രമിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു RGBയുടെ കളർ സ്കീമും കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ട് പറ്റുന്നത്. ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് ലെനോവോയുടെ AI എഞ്ചിൻ ഉണ്ട് എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻസ് ഫോട്ടോഷോപ്പ് ഒക്കെ AI യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ജനറേറ്റീവ് ഫില്ല് അല്ലെങ്കിൽ AI ഉപയോഗിച്ച് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഇതിൽ ബെറ്റർ ആയിരിക്കും. അതിന് ഫോട്ടോഷോപ്പിനകത്തുള്ളത് അഡോബിൻ്റെ AI ആണെങ്കിലും അഡോബിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ പ്ലസ് ഇന്റലിൻ്റെ ആ ഒരു പ്രോസസർ ആൻഡ് ലെനോവോയുടെ ബാക്കിലൂടെ AI എഞ്ചിൻ എല്ലാം കൊണ്ടും AIനെ ഇൻബിൽഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കാനായിട്ട് സഹായിക്കും. അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഐഡിയ പാഡിൻ്റെ വീഡിയോ ഇട്ടതിൽ ഒരു കാര്യം കാണിച്ചായിരുന്നു, കോപൈലറ്റ്. യെസ്, ആ ഒരു കോപൈലറ്റ് ഇൻബിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് കീ ഇവിടെ ഇല്ലെങ്കിലും റൈറ്റ് സൈഡിലായിട്ട് താഴെ നമ്മുടെ കോപൈലറ്റ് ഉണ്ട്. കോപൈലറ്റിനോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരണോ ചെയ്തു തരും, എസ് എഴുതി തരണോ എഴുതി തരും, സ്ക്രിപ്റ്റ് എഴുതി തരണോ എഴുതി തരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ഈ ഒരു ലെനോവോയുടെ AI എഞ്ചിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, 1080p ക്യാമറയാണ്. ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻബിൽഡ് മൈക്കിലൂടെയാണ്. ഇപ്പൊ സൈഡിലുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, വീഡിയോ റെക്കോർഡ് ആവും, ബട്ട് എന്റെ ക്യാമറയും കാര്യങ്ങളൊന്നും കാണില്ല. അതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്നെ കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ LOQ ലാപ്ടോപ്പിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ലെനോവോയുടെ വെബ്സൈറ്റിൽ പോവുക, lenovo.com, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ LOQ നിങ്ങൾക്ക് സുഖമായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര കുറവാണെങ്കിൽ ഏകദേശം 70-75,000 രൂപയ്ക്കുള്ള കൺഫിഗറേഷൻ തൊട്ട് ഭയങ്കര ഹൈ എൻഡ് കൺഫിഗറേഷൻ വരെ നിങ്ങളുടെ ബഡ്ജറ്റിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രോസസ്സർ മാറ്റാം, ഡിസ്പ്ലേ മാറ്റാം, അങ്ങനെ പല കാര്യങ്ങളും മാറ്റി കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളത് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ വീഡിയോ കാണിക്കുന്ന ഇതേ സ്പെസിഫിക്കേഷനുള്ള ലാപ്ടോപ്പ് ആയിട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറഞ്ഞ രീതിക്കും കസ്റ്റമൈസ് ചെയ്യാം. വേറൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ചെയ്ത ഐഡിയ പാഡ് ആയിക്കോട്ടെ, ലെനോവോയുടെ യോഗ ലാപ്ടോപ്പ്, ഫ്ലെക്സ്, നമ്മുടെ ഹൈ എൻഡ് ഗെയിമിംഗ് ലീജിയൻ ലാപ്ടോപ്പ്, ഇങ്ങനത്തെ ലാപ്ടോപ്സിനെല്ലാം അവിടെ ഓഫറും ഉണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ പറയാം. അതിനു മുന്നേ ഈ ലാപ്ടോപ്പ് ആര് മേടിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗെയിമിംഗ് ചെയ്യണം, എഡിറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ CAD 3D ഗ്രാഫിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ലെനോവോ ലീജിയൻ പോലത്തെ ലാപ്ടോപ്പൊക്കെ മേടിക്കാനുള്ള അത്രയും ബഡ്ജറ്റ് ഇല്ല. സോ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ ഹൈ എൻഡ് ഹാർഡ്വെയർ ഉള്ള എന്നാൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളെല്ലാം വരുത്താൻ നിങ്ങൾ ഓക്കെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല, അല്ലെങ്കിൽ 2 Type-C പോർട്ടില്ല, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ബെസ്റ്റ് ഒരു പെർഫോമൻസ് ലാപ്ടോപ്പ് ആയിരിക്കും ലെനോവോയുടെ LOQ സീരീസ്. ഞാൻ ഈ ലാപ്ടോപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്കറിയാം കമന്റ് ബോക്സിൽ വരാൻ പോകുന്ന കുറേയധികം കമന്റുകൾ ഇത്തരത്തിലുള്ള ഹൈ പെർഫോമൻസ് ലോ ബഡ്ജറ്റ് ലാപ്ടോപ്പുകൾക്ക് പൊതുവേ ഉണ്ടാവുന്ന കുറേയധികം ഹാർഡ്വെയർ ഇഷ്യൂസ് ആണ്. വെൽ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ലാപ്ടോപ്പ് നിൽക്കും. ഒന്നാമത്തെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഗെയിമിംഗ് എഡിറ്റിൽ കുത്തി 230 വാട്ടിന്റെ ഒരു പ്ലഗ് കുത്തി തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും, അത്രയും ലോഡ് CPU GPU എല്ലാം എടുക്കാൻ നോക്കും, പക്ഷെ ഫാൻ അത്ര സ്പീഡിൽ കറങ്ങൂല, തെർമൽ മാനേജ് ചെയ്യാനും പറ്റില്ല, അവസാനം മദർ ബോർഡ് അടിച്ചു പോയി എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്, ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം, എപ്പിക് ഗെയിംസ് പോലെയുള്ള ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നും പൈസ കൊടുത്ത് മേടിച്ചേക്കുന്ന ഒഫീഷ്യൽ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുക. ലാസ്റ്റിൽ ഞാൻ കേട്ട കാര്യമാണ്, ഒരാൾ ക്രാക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്തു GTA 5ന്റെ, അത് ഉപയോഗിച്ചു കളിച്ചു തുടങ്ങി. ഞാൻ കളിക്കുന്നിടയ്ക്ക് ബ്ലൂ സ്ക്രീൻ വന്നു. ബ്ലൂ സ്ക്രീൻ വന്നതിന് ശേഷം പിന്നെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ഓൺ ആവുന്നില്ല. ലാസ്റ്റ് സർവീസ് സെന്ററിൽ കൊടുത്തപ്പോഴാണ് വൈറസ് ഉണ്ടായി എന്നും ആ വൈറസ് ബയോസിൽ കയറി കറപ്റ്റ് ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ഫുൾ മദർ ബോർഡ് അടക്കം മാറ്റേണ്ടി വരുന്ന അവസ്ഥയായി മാറി. ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ലാപ്ടോപ്പ് ആണ് എന്ന് ഓർക്കണം. പല ആൾക്കാരും ലാപ്ടോപ്പിന് ഡെസ്ക്ടോപ്പ് ആണ് എന്ന് പറഞ്ഞ് മറന്നുപയോഗിക്കും. അതായത് ഇതിന്റെ കഴുത്ത് ഞെരിച്ച് ഇതിനെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കും. ഇപ്പൊ ഈ ലാപ്ടോപ്പിൽ 1080pയിലാണ് ഒരു ഗെയിം നല്ല രീതിയിൽ 130-140 FPS കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 1080p തന്നെ ഇടുക. അതിനെ കൊണ്ടുപോയി നിങ്ങൾ അൾട്രാ ഗ്രാഫിക്സിൽ കൊണ്ടുപോയിട്ട് അത് 60 ഫ്രെയിംസും
ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ആയാലും നല്ല വിഷ്വൽ ഗ്രാഫിക്സ് വരുമെന്ന് പറഞ്ഞ് കളിച്ച് അവസാനം ഇതിനെ കിടന്ന് കൊങ്ങയ്ക്ക് പിടിച്ച് ഇതിനെ സഫോക്കേറ്റ് ചെയ്ത് കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അധികം നാൾ നിങ്ങളുടെ ലാപ്ടോപ്പ് നിൽക്കില്ല. അത് ഇതെന്നല്ല, ഏത് ഗെയിമിംഗ് ലാപ്ടോപ്സിൽ ഈ ഒരു കാര്യം കോമൺ ആണ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് കുറേ നാൾ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലാതെ ഇതൊക്കെ പാലിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് നാൾ നിൽക്കും. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.